എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലെങ്ങും ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിലെ കുരുന്നു ബാല്യങ്ങളെ ലഹരിയിൽ മുക്കി അവരുടെ അണ്ണാക്കിൽ ലഹരി കുത്തിയിറക്കി കുരുന്നു ബാല്യങ്ങളെ എങ്ങനെ മയക്കി കിടത്താമെന്ന്, എങ്ങനെ വിറ്റ് പണം വാരാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പെരുകി വരുന്ന ഒരു സന്ദർഭമാണ്. ഒരു നാട്ടിലെ യുവാക്കളെന്ന് പറയുന്നത് ആ നാടിൻ്റെ നട്ടെല്ലുകളാണ്. അങ്ങനെയുള്ള യുവാക്കളെ ഗഞ്ചാവും കറുപ്പും മയക്കുമരുന്നും MDMA-യും എന്ന് വേണ്ട എല്ലാ ലഹരികളും കൊടുത്ത് അവരെ മയക്കി കിടത്തി എങ്ങനെ കേരളത്തിൻ്റെ പുരോഗതിയെ പിന്നിലോട്ട് വലിക്കാം എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. നാട്ടിൽ കൂണുകൾ മുളയ്ക്കും പോലെയാണ് ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ പെരുകി വരുന്നത്. കേരളത്തിലെ ചില പോലീസുകാരും ചില എക്സൈസുകാരും കണ്ണിൽ കാന്താരി മുളക് അരച്ച് തേച്ച് നാട്ടിൽ നടക്കുന്നതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഓരോ ലഹരി കേന്ദ്രത്തിലും പോയി മാസപ്പടി എണ്ണി വാങ്ങിച്ചുകൊണ്ട് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചു നടക്കുകയാണ്. നമ്മുടെ പോലീസ് ഒന്ന് തിരിഞ്ഞ് പഴയ പോലീസായാൽ നാട്ടിൽ നിന്ന് ലഹരി പമ്പ കടക്കും. ചെത്തി വളർത്തുന്ന തേക്കും അടിച്ചു വളർത്തുന്ന കുട്ടിയും നന്നായി വരും എന്നാണ് പഴമൊഴി. നമ്മുടെ അധ്യാപകരൊന്ന് കുട്ടികളെ വടി കൊണ്ടടിച്ചാൽ അവർ ചത്തുപോകത്തില്ല. സ്കൂളുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. പുതിയ സംവിധാനം തലയണ, MDMA എന്ന് വേണ്ട എല്ലാ ലഹരികളും സ്കൂളുകൾ കൈയടക്കുന്നു. ഈ സന്ദർഭത്തിൽ അധ്യാപകർക്ക് ന്യായമായി കുട്ടികളെ ശിക്ഷിക്കാനുള്ള അധികാരം സർക്കാർ നൽകേണ്ടതുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു സംഭവ കഥയിലേക്ക്, ഒരു ചെറിയൊരു സംഭവം അതുകൂടെ വിവരിച്ച് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കാം. ഞാനൊരിക്കൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ പോലീസുകാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ SI ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാനിങ്ങനെ സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സുഹൃത്തും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് വാൻ വേഗത്തിൽ വന്ന് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ആ വന്ന ജീപ്പിനുള്ളിൽ നിന്ന് ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്, അലറുകയാണ്. എന്നെ കൊല്ലടാ, എന്നെ കൊന്നിട്ട് കൊണ്ടുപോടാ എന്നാണ് ആ യുവാവ് നിലവിളിക്കുന്നത്. തുടർന്ന് ഇവൻ്റെ ഈ ബഹളം കേട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരും തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിലുണ്ടായിരുന്ന തൊഴിലാളികളും പോലീസ് സ്റ്റേഷനിൽ വന്നവരെല്ലാം ജീപ്പിന് ചുറ്റും ഓടിക്കൂടി. ഈ ചെറുപ്പക്കാരൻ തന്നെ പിടിക്കാൻ ചെന്ന പോലീസുകാരെ തുരുതുരാ ചവിട്ടുകയാണ്. 1-2 പോലീസുകാരുടെ മുഖത്ത് ചവിട്ടേറ്റു, മറ്റ് പോലീസുകാരുടെ നെഞ്ചിന് ചവിട്ടേറ്റു. ഇവൻ വളരെ തീക്ഷ്ണമായി ഇവരെ ചവിട്ടി മെതിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വന്ന പോലീസുകാർ ഈ ചെറുപ്പക്കാരനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. നോക്കി നിന്ന ആട്ടോക്കാർ ഈ ചെറുപ്പക്കാരനെ ഇടിക്കാൻ തുടങ്ങി. നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഈ പയ്യനെ ഇടിച്ച് ഒരു പഞ്ഞിപ്പരുവമാണ്. എന്നിട്ട് ഒരു ചത്ത പട്ടിക്കുട്ടിയെ തൂക്കിയെടുക്കും പോലെ ഈ പയ്യൻ്റെ 2 കാലിലും 2 കൈയിലും പിടിച്ച് പോലീസുകാർ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിൽ തള്ളി. ഞാനവിടെ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ സുഹൃത്തും ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും ഒരു കാറിൽ സ്റ്റേഷന് മുന്നിലെത്തി. അപ്പോൾ അച്ഛൻ പോയി ഈ മകൻ കിടക്കുന്ന ലോക്കപ്പിൽ നോക്കി. മകൻ
അച്ഛനെ കണ്ട് ദയനീയമായി നോക്കി. ഒന്നും സംസാരിച്ചില്ല. അച്ഛൻ വന്ന് തൊട്ടടുത്ത് മരത്തിൻ്റെ മൂട്ടിൽ നിന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. ഒരു സുന്ദരിയായ യുവതി കാറിൽ വന്നിറങ്ങി. എവിടെ അജേഷ്, എവിടെ അജേഷ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി പോലീസ് സ്റ്റേഷൻ്റെ നടയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു, അകത്ത് ലോക്കപ്പിൽ കിടക്കുകയാണ്, കണ്ടോളൂ എന്ന് പറഞ്ഞു. യുവതി ആ ലോക്കപ്പിലേക്ക് ഓടിപ്പോയി. അവിടെ നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എടാ, നീ എന്തിനെന്നോട് ഈ ചതി ചെയ്തു? നീ എന്തിനു ചെയ്തു? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ, ഇതൊന്നും ഉപയോഗിക്കരുത്, നീ അവിടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ, നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ കേട്ടോ? ഇന്ന് നീ ഡ്യൂട്ടിക്കിടയിലും നീ പോയി. ഇത് യുവതി ബഹളം വയ്ക്കുന്നത് കേട്ട് തൊട്ടടുത്ത് നിന്ന പോലീസുകാർ മാറി നിൽക്കാൻ പറഞ്ഞു. അവൾ നടന്ന് ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്നിടത്ത് വന്ന് പൊട്ടിത്തെറിച്ചു. അച്ഛാ, നിങ്ങൾക്കെങ്കിലും പറയാമായിരുന്നില്ലേ ഇവൻ ശരിയല്ല എന്ന്? നിങ്ങളെല്ലാം എന്താണ് ഒളിച്ചു വച്ചത്? എന്നിൽ നിന്ന് എന്തിനു ഒളിച്ചു വച്ചു? നിങ്ങളുടെ മോന് ഒരു ഭർത്താവ് ആവശ്യമുണ്ടായിരുന്നു? ഒരിക്കലുമില്ലായിരുന്നു. എന്തിനവനൊരു ഭാര്യ? എന്നോട് ഈ ചതി ചെയ്യണമായിരുന്നു അച്ഛ. ആ യുവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനോട് ചോദിക്കുക. തുടർന്ന് എനിക്കവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ട് ജിമ്മിൽ. അപ്പോൾ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആ ചെറുപ്പക്കാരൻ ആരാണ്? അവൻ എവിടെ ജോലി ചെയ്യുന്നു? ആ പൊട്ടിക്കരഞ്ഞ യുവതിയായ സ്ത്രീ ആരാണ്? അവിടെ വന്ന വയസ്സായവരാരാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അപ്പോൾ സുഹൃത്തിൻ്റെ മറുപടി കേട്ട് ഞാൻ തന്നെയും ഞെട്ടിപ്പോയി. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ്റെ പേര് അജേഷ് എന്നാണ്. അവനിപ്പോൾ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു കഴക്കൂട്ടം. അപ്പോൾ അവിടെ വന്നത് അവൻ്റെ ഭാര്യയാണ്. ഭാര്യ ഡോക്ടറാണ്. ആദ്യം വന്ന വയസ്സായവർ അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അവർ ഉയർന്ന ഉദ്യോഗത്തിലിരുന്നിട്ട് റിട്ടയർഡായ വ്യക്തികളാണ്. ഇവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത് തിരുവനന്തപുരത്താണ്. ഏകദേശം റാങ്കിനടുത്ത മാർക്കോടുകൂടി അവൻ നന്നായി പാസ്സായി. തുടർന്ന് അവൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രി പഠനം നടത്തി. അതിലും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അവൻ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവനോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആണ് ഇപ്പോൾ അവിടെ വന്നത്. അവളും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പ്രണയബന്ധത്തിലായി. തുടർന്ന് പ്രീ ഡിഗ്രി ജയിച്ചു, രണ്ടുപേരും ജയിച്ചു. പ്രണയബന്ധം തുടർന്നു. ഇവൻ എറണാകുളത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയി. ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് തന്നെ MBBSന് അഡ്മിഷൻ കിട്ടി പഠനം തുടർന്നു. പഠിക്കുന്ന അവസരത്തിൽ ഇവർ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. വരുമ്പോഴൊക്കെ ഇവർ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പ്രണയബന്ധം തുടർന്നു. പയ്യൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി തിരുവനന്തപുരത്ത് വന്നു. പക്ഷേ ഇവൻ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഇവനോടൊപ്പമുള്ള കൂട്ടുകാരൊക്കെയും ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. ഇവൻ 4 വർഷം പഠിച്ചിറങ്ങിയപ്പോൾ ഒരു മയക്കുമരുന്നിനടിമയായി പോയ ഒരു യുവാവായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. ഈ പെൺകുട്ടിക്ക് ഇതൊന്നും അറിയില്ലേ. വീട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും പലതവണ വിലക്കി, ഇതൊന്നും ഉപയോഗിക്കരുത്, ഇതൊന്നും ചെവിക്കൊണ്ടില്ല അവൻ. തുടർന്ന് അച്ഛനും അമ്മയും വിചാരിച്ചു ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ ഒരു പക്ഷേ നന്നാവും, ഇതൊക്കെ ഉപേക്ഷിക്കുമെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ഇവനുമായിട്ട് ആലോചിച്ചു. അവൻ പറഞ്ഞു,
ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എനിക്ക് ഒരു പെൺകുട്ടിയോട് അടുപ്പമുണ്ടായിരുന്നു. അവളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അപ്പോൾ ആ കൊച്ചിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ഇദ്ദേഹം അച്ഛനമ്മമാരോട് പറഞ്ഞു. തുടർന്ന് ആ പെൺകുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് ആലോചിച്ച് വിവാഹം ഉറപ്പിച്ചു. വിവാഹവും കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 1 മാസം ആകുന്നതിനിടയ്ക്ക് തന്നെ, ആദ്യ രാത്രി തന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി താൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച അജേഷ് എന്ന ഈ യുവാവ് ഒരു മയക്കുമരുന്നിനടിമയാണ്. ഇവന് ഒരു ദാമ്പത്തിക ജീവിതം നയിക്കാൻ പോലും കഴിവില്ലാത്തവനാണ്. ഇവൻ ശാരീരികമായി മരിച്ചു പോയിരിക്കുന്നു. ഇവൻ ഒരു വേസ്റ്റാണ് എന്ന് ഡോക്ടറായ പെൺകുട്ടിക്ക് ആദ്യ രാത്രിയിൽ തന്നെ മനസ്സിലായി. തുടർന്ന് അവനെ പലതവണ വിലക്കി, ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നാലും അവന് ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സുഹൃത്തിനോട് ആ പെൺകുട്ടി പറഞ്ഞു, ഇവന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും ഇവന് കഴിയുന്നില്ല, ഇവന് കഴിവില്ല. ഇവൻ്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും ഈ ലഹരിയുടെ ഉപയോഗം മൂലം മരിച്ചു പോയിരിക്കുന്നു. ഇവനൊരു വേസ്റ്റാണ് എന്ന് എൻ്റെ സുഹൃത്തിനോട് ആ യുവതിയായ ഡോക്ടർ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ ഇന്ന് ലഹരിയുടെ പിന്നാലെ ഓടുകയാണ്. ലഹരി അടിച്ചടിച്ച് വെറും വേസ്റ്റുകളാകുന്ന ഒരു സമൂഹത്തെ അല്ല നാം കാണേണ്ടത്. ലഹരിമുക്തമായ ഒരു നല്ല കേരളം കെട്ടിപ്പടുക്കാൻ നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികളും ബഹുജനങ്ങളും അണിചേരണം, സർക്കാരിനൊപ്പം അണിചേരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ല നമസ്കാരം.